ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഐലൻഡ് സർവൈവലിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓഫ് ക്യാമറയിൽ ഞാൻ അവിടെ ഇരുന്ന് ആ ഫാം എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ചായിരുന്നു. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് വർക്കാവുന്ന കാണണം. എന്നാൽ എനിക്കത് മര്യാദയ്ക്കൊന്ന് വർക്ക് ഇപ്പോൾ പൊട്ടിയാണ് ഞാൻ വിളിച്ച് പൊട്ടുവന്നു. ഓക്കെ, എന്നാൽ എനിക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വീടുണ്ടാക്കുന്ന സമയത്ത് കുറേ ഇത് വർക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു സ്റ്റാക്ക് മുമ്പ് കുറേ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് ഒരു സ്റ്റാക്കിനേക്കാൾ ഈ പൊട്ടറ്റുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു അകത്തിരുന്നതിൻ്റെ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ഫർണസിനെ അടുത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവച്ചു. താരണ്ട കണ്ടായിരുന്നു. ഓടിക്കോ പൊട്ടല്. ഞാൻ ഇന്നലെ ഉണ്ടാക്കി വീണ പൊട്ടല് പൊട്ടിയാ. ഇതെന്തോ ഒരു സെക്കൻഡ്. ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഓഫ് ക്യാമറ കുറച്ച് വ്ളോഗ്സൊക്കെ എന്നെ മൈൻഡ് ചെയ്യാൻ പോയായിരുന്നു. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫിഷിംഗ് ഒക്കെ ചെയ്തായിരുന്നു. എനിക്ക് ഒരു നെയിം ടാഗ് കിട്ടി, പിന്നെ ഒരു എന്തായാലും ബുക്ക് കിട്ടി. പിന്നെ അധികം നേരം ഒന്നും ഫിഷ് ചെയ്തില്ല. ഓക്കെ, ഞാൻ എന്തിനാണ് ഈ വ്ളോഗ്സ് എല്ലാം മൈൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ആ ഒരു ബ്രിഡ്ജ് ഒന്ന് മര്യാദയ്ക്ക് ഡെക്കറേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതിനുവേണ്ടി ഞാൻ താഴെ കുറച്ച് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മൈനിങ് ഏരിയ ഞാൻ കുറച്ചുകൂടി കുറച്ച് മൈൻഡ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ കുറേ ആൾക്കാർ സ്പോൺ ആയെന്ന്. അങ്ങനെ ആയിരിക്കും കേസ്. കുറേ പേരൊന്നുമില്ല, 2-3 പേരുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ എപ്പിസോഡ് 1 കിട്ടി അതിൻ്റെ പൊട്ടറ്റോ എല്ലാം തീർന്നു. സോറി, മറ്റോ മറണ്ടെല്ലാം തീർന്നു. സോ ഞാൻ ഇനി ഒരു പൊട്ടറ്റോ അടിക്കാൻ പോകണം. ഓക്കെ, അകത്ത് ഈ ഒരു ഫർണസ് ഒന്നും മിക്ക സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, നമുക്കിതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നാലും ഇവിടെ നിന്ന് സെറ്റ് ആവട്ടെ. ഞാൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് മൈനിങ് കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് കുറച്ച് ഡയമണ്ട്സ് ഒന്നും കണ്ടുപിടിക്കണം. കംപ്ലീറ്റ് ഡയമണ്ട് ആറാൻ പറഞ്ഞൊന്നും ആവുമെന്ന് തോന്നുന്നില്ല. സോ കുറച്ചൊരു ഡയമണ്ട് പിക്കാക്സിലൊന്നും സെറ്റ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇപ്പോൾ അങ്ങനെ അവസാനത്തെ ബ്രെഡ് ഞാൻ കഴിച്ചു. എല്ലാം ആയോണ്ടേ 12 ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഒരു ബ്രിഡ്ജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഷർട്ട് മറ്റേ കംപ്ലീറ്റ് ഒന്ന് പിടിച്ചു മാറ്റാം. മോളിൽ നിന്ന് എനിക്ക് കുറച്ച് മറ്റേ ഷിയറിൻ്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. സോ നമുക്ക് കുറച്ച് ഷിയർ എടുക്കാൻ പോകാം. ഞാൻ അവിടെ ചെസ്റ്റ് വെച്ചായിരുന്നു നമ്മുടെ ഈ ഒരു ബീ ഫാമിൻ്റെ അവിടെ. സോ അതിനകത്ത് ഞാൻ ഈ ഒരു ഷിയറെല്ലാം കൊണ്ടുവച്ചായിരുന്നു. അറിഞ്ഞായിരുന്നു ചെയ്തേക്കാം. പെട്ടിക്കകത്തിരുന്നിട്ട് 3 കുപ്പിയായി. ഇപ്പോൾ തന്നെ കളക്ട് ചെയ്യാൻ കേസ്. ഞാൻ 1.5 സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. ഇതന്നെ മതിയായിരിക്കും. ഇനി നമുക്കത് ബിൽഡ് ചെയ്യുമ്പോൾ അയ്യോ അറിയാണ്ട് നടന്ന് ശരിയാക്കാം. ഓക്കെ, നമ്മൾ വെച്ച ബ്ലോക്കാണ് നമുക്ക് തിരിച്ച് കോബിൾ സ്റ്റോൺ ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്സ് എല്ലാം എടുത്തിട്ട് ഇവിടെ വെക്കാം. ഒരു സൈഡായിട്ടുണ്ട്, ഒന്നുകൂടെ പൊക്കേണ്ടി വരും. ഓക്കെ, ഇപ്പുറത്തും 2 ഇത് വെക്കണം. ഓക്കെ, ഇതന്നെ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ ഇപ്പുറത്തൊന്ന് ചെയ്യാം. ഓക്കെ, പിന്നെ നടുക്ക് ഒന്നും ചെയ്യണം. ഇവിടെ വേണോ? ഇവിടെ വെക്കാം. ഇത് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, അതിന് നമുക്ക് ഇപ്പുറത്ത് ചെയ്യണം. ഓക്കെ,
സ്ലാബ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ലാൻഡ് ഒക്കെ വേണം. ലാൻഡ് ഉണ്ടാക്കാനുള്ള ആനന്ദരുണ്ട്. ഓക്കെ, ഒന്നിവിടെ 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 ഒന്ന് ഇപ്പുറത്ത്, പിന്നെ ഒന്ന് മുകളിൽ. ഓക്കെ, ഒന്ന് ഓടിച്ച് മാറ്റണം. എന്നിട്ട് ഒന്നിവിടെ. ഓക്കെ, ഇവിടെ ലാൻഡ് ആണെങ്കിൽ വെച്ചാൽ ഓക്കെ. പിന്നെ ഇപ്പുറത്ത് ചെയ്യാം. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 പോയല്ലോ. നമുക്ക് 2 ലാൻഡാനും കൂടെ വേണം. ഓക്കെ, പിന്നെ കുറച്ച് സ്ലാബ്സ് കൂടെ ഇനി ഉണ്ടാക്കണം. ഇനി ഇപ്പുറത്തൊരു ലാൻഡാണ്, ഇനി ഇപ്പുറത്തൊരു ലാൻഡാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ചൊന്ന് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇത് പഠിക്കാൻ പറ്റുമല്ലോ, പഠിക്കാൻ പറ്റും. പക്ഷേ ഇപ്പുറത്ത് ഒരെണ്ണം, ഇപ്പുറത്തും കഴിഞ്ഞു. യെസ്, നമ്മളെ ബ്രിഡ്ജ് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് മൈനിങ്ങിന് വാങ്ങാം. ഞാനൊരു എക്സ്ട്രാ പിക്കാക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉള്ള സ്റ്റോൺസ് അവിടെയാണ്. പിന്നെ എൻ്റെ സ്റ്റോൺ ആക്സർ ഉണ്ട് ബാക്കപ്പായിട്ട്. ഓക്കെ, നേരത്തെ ഉണ്ടാക്കിയത്. ഓക്കെ, നമുക്കിതിനെ ഒന്ന് ബെഡ്റോക്ക് വരെ ഒന്ന് കൊണ്ടുപോകണം. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് ഡയമണ്ട് ചെയ്യുമ്പോൾ. എനിക്ക് കുറച്ച് ലാപ്പിസ് ഒക്കെ കിട്ടി. ഓക്കെ, എനിക്കിപ്പോൾ ആവശ്യമില്ല. എന്നാൽ എനിക്കടെ ഇതേപോലെ 34 ആയപ്പോൾ തന്നെ എനിക്കൊരു കേവ് കിട്ടി. ഓക്കെ, ഇത് കേവ് തന്നെ കൊള്ളായിരുന്നു. ക്രീപ്പർ പൊട്ട്, അത്രയേ ഉള്ളൂ. ഭയങ്കര ചെറിയ കേവ് അല്ലല്ലേ? ചെറിയ കേവ് ആണെന്ന് തോന്നുന്നു. അല്ലല്ല, ഡയമണ്ട് ഡയമണ്ട് യെസ് കുറേ അയണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതിവിടെ നമുക്ക് കുറേ ഡയമണ്ട് ഇടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം പോയി ഡയമണ്ട് എടുക്കാം. എത്ര ഡയമണ്ട് ഉണ്ടായിരിക്കും? ഇപ്പോൾ 2 പീസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് വേറെ കണ്ടാക്കുള്ളായിരുന്നു. 2 ഉള്ളെന്ന് തോന്നുന്നു. 2 ഉള്ള കുഴപ്പമില്ല. എൻ്റെ വീട്ടിലൊരു ഡയമണ്ട് ഉണ്ട്, മറ്റേ വില്ലേജിൽ നിന്ന് കിട്ടത്. ഓക്കെ, ഞാൻ ആദ്യം അയൺ എടുത്തിട്ട് ബാക്കി കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാം. റെഡ് സ്റ്റോൺ എന്തിനാണ് എനിക്ക് ഇരുന്നോണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു കേ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് റെഡി ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ എന്തൊക്കെ ഐറ്റംസ് കിട്ടി ഞാൻ പറയാം. ഗൈസ്, ഈ കേവ് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ലൂട്ട് കിട്ടി. എസ്പെഷ്യലി എനിക്ക് 21 ഡയമണ്ട്സ് കിട്ടി. ഓക്കെ, ഒരു കേവെന്ന് എനിക്ക് 1 സ്റ്റാക്ക് അടുപ്പിച്ച് അയണും കിട്ടി. ഓക്കെ, 1 സ്റ്റാക്ക് അല്ല ഗൈസ്, ഇഷ്ടം പോലെ അവിടെ അയൺ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര മോബ്സാണ് ഗൈസ്. ഇഷ്ടം പോലെ സ്കെൽട്ടൺസും ക്രീപ്പേഴ്സും പിന്നെ ഇഷ്ടം പോലെ സോംബീസൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, 5-6 ബേബി സോംബിയൊക്കെ എന്നെ ഇട്ട് ഓടിച്ച്. ഓക്കെ, സോ അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ആർമറെല്ലാം പൊട്ടാറായി. ഓക്കെ, എൻ്റെ ഒരു ഒന്നും ഗോൾഡൊന്നും എടുത്തില്ല, റെഡ് സ്റ്റോണും ഒന്നും എടുത്തില്ല. ഓക്കെ, പിന്നെ ഡയമണ്ട് എല്ലാം ഞാൻ തൂക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് പിന്നെ മുകളിലോട്ടെല്ലാം സ്പോൺ ആയതുകൊണ്ട് തന്നെ അതിന് ഒട്ടുമിക്ക എല്ലാം ഈ റൂഫിൻ്റെ മുകളിലോട്ടാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പിന്നെ അറിയാമെടുത്ത്. ഓക്കെ, ഒരു ലാവ ഞാൻ ഇവിടെ നിന്ന് അടിച്ച് മാറ്റി, ഒരു വാട്ടർ ബക്കറ്റ് ഞാൻ മാറ്റിയിട്ട്. കാരണം ഈ ഒറ്റാക്കാൻ സ്മെൽറ്റ് ചെയ്യാനുള്ള ഫ്യൂൽ ഒന്നും എൻ്റെ വീട്ടിൽ. സോ അതിനുകൊണ്ടാണ് ഞാൻ ഈ ലാവ ബക്കറ്റ് എടുത്തത്. ഓക്കെ, പിന്നെ എൻ്റെ സോഡ് പൊട്ടി, എൻ്റെ ആക്സ് പൊട്ടി. പിന്നെ രണ്ടാമത് കൊണ്ടുവന്ന ഒരു സ്റ്റോൺ സോഡും പൊട്ടിപ്പോയി. ഓക്കെ, ഇതും പൊട്ടി. പിന്നെ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും മിക്കവാറും. പൊട്ടി, എല്ലാം പൊട്ടി. ഞാൻ കൊണ്ടുവന്നു സോഡ്, പിക്കാക്സ്, ആക്സ് എല്ലാം പൊട്ടി. ഓക്കെ, അപ്പോൾ ഇനിയെല്ലാം നമുക്ക് ഡയമണ്ടിലുണ്ടാക്കും കേസ്. ഓക്കെ, ഡയമണ്ട് ആർമർ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേസ്, 21 വെച്ചൊന്ന്. സോ നമുക്ക് ഡയമണ്ട് ടൂൾസ് കംപ്ലീറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് രാത്രി തന്നെ നമുക്ക് എൻ്റെ ആർമറെല്ലാം സെറ്റ് ചെയ്യാം. ആർമറിൻ്റെ ടൂൾസ്. ഓക്കെ, എല്ലാം പോട്ടെ.
പിന്നെ ഞാൻ ഒരു ജിയോട്ട് കണ്ടുപിടിച്ചായിരുന്നു. ഒരു അമിത്തിസ്റ്റ് ഷാൾ കിട്ടി. ഓക്കെ ഓക്കെ ഈ ഒരു പ്ലാങ്ക് എടുത്തിട്ട് നമുക്ക് നേരെ സ്റ്റിക്കാക്കാം. ഓക്കെ അത് നമുക്ക് അവിടെ നമുക്കൊരു നമ്മുടെ ഈ വേൾഡിലത്തെ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ പിന്നെ ഒരു സോഡ്, ഒരു ആക്സ്, ഒരു ഷവറിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഡയമണ്ട് ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെയുള്ള 12 ഡയമണ്ട് ഞാൻ പെട്ടിക്കകത്ത് വെച്ചേക്കാം. ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഉള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാം.